ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ ഗോവ വ്ളോഗിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. മുന്നത്തെ 2 വ്ളോഗ്സ് ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വേഗം പോയി കാണാം. അങ്ങനെ നമ്മളിതാ കറങ്ങി തിരിഞ്ഞ് കെൻഡോലിം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൺസെറ്റിന് ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സും കൂടി ടൈമുണ്ട് കേട്ടോ. നമ്മളിതാ വേഗം പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ അത് ഫുൾ ഷോപ്സ് ആണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. കുറച്ച് പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ റേറ്റ് കുറയ്ക്കും കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര റഷായി തോന്നി കേട്ടോ. ഭയങ്കര സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കാലിക്കറ്റ് ബീച്ച് നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ബീച്ചിൽ തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ചെറിയൊരു ഡിസ്റ്റൻസും ഉള്ളു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഇവിടെ ആ സൺസെറ്റിൻ്റെ ടൈമിൽ എല്ലാവരും ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ഇതാ കാലിക്കറ്റ് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത് വരുന്നത്. ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. അതിൻ്റെ കളർ തന്നെ കണ്ടില്ല, ഒരു ലൈറ്റ് ഒരു പിങ്ക് ആൻഡ് ഗോൾഡൻ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾ ഇന്ന് ക്യാമറയിൽ നമ്മളെ തന്നെ നോക്കുമ്പോൾ ആ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. എൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ. ഞാൻ ഒരുപാട് സൺസെറ്റ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ടാലും ഒരു ഇഷ്ടക്കുറവും തോന്നാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സൺസെറ്റ് ആയിരിക്കും. കാരണം മനസ്സിനും മൈൻഡിനൊക്കെ ഒരുപാട് സമാധാനവും ഒക്കെ തരുന്ന, ഭയങ്കരമായിട്ട് കാം ഡൗൺ ചെയ്യുന്ന ഒരു വിഷ്വൽ ട്രീറ്റാണ് ആക്ച്വലി സൺസെറ്റ് എന്ന് പറയുന്നത്. ഓരോ തിര ഇങ്ങനെ അടിക്കുമ്പോഴും ആ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ കുറേ നേരം അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗോവൻ സൺസെറ്റ്സിന് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം സുഖമാണ് എനിക്ക് കിട്ടാറുള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫൈനലി നമ്മളത് അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സാധാരണ ഗോവൻ ബീച്ചസൊക്കെ വൻ ക്രൗഡഡ് ആയിരിക്കും. കാരണം നിങ്ങൾ ഈ ഓഫ് സീസണിൽ വന്നാൽ പിന്നെ ഏതെങ്കിലും അങ്ങനത്തെ അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്ത ബീച്ചസ് ചൂസ് ചെയ്താൽ ഇതാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവിടെ എൻജോയ് ചെയ്ത് നടക്കാൻ വേണ്ടി പറ്റും. സൺസെറ്റ് കഴിഞ്ഞിട്ടോ ആ ഒരു സ്കൈൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു ടൈമിൽ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു കാണുന്ന കടയിൽ കയറിയിട്ട് നമ്മൾ സ്പെക്സ് വാങ്ങിച്ചു. എപ്പോഴും ഗോവയിൽ വരാണെങ്കിൽ സ്പെക്സ് വാങ്ങാതെ പോവാറില്ല കേട്ടോ. വേറെ അധിക കാര്യങ്ങളൊന്നും ഞാൻ സാധാരണ മേടിക്കാറില്ല. പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ റൂമിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ ഒരു സ്ട്രീറ്റ് മൊത്തം കാലിക്കറ്റ് മാർക്കറ്റിൽ സ്ട്രീറ്റ് മൊത്തം കറങ്ങി നടക്കുകയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചിട്ട് നേരെ പൂളിലേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷെ ആ ടൈം ആയപ്പോഴത്തേക്കും പൂള് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രിയൊക്കെ വന്നിട്ട് ഫുൾ ടൈം പൂളിൽ കളിക്കുന്നത്. പക്ഷെ പൂൾ ആക്ച്വലി 7 വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ആ പൂളിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ പൂളിൽ വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഈ പൂളിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. രാവിലെ ഫിഷ് താലി കഴിച്ച അതേ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ഗോവൻ ഫുഡൊക്കെ അടിപൊളിയാണ് ഏത് ഫുഡ് എടുത്താലും. അങ്ങനെ അതാ രാത്രി ആയിരിക്കാണ്. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം ബാക്കി വിശേഷങ്ങൾ. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.